ഇന്ന് വളരെ പ്രധാനപ്പെട്ട യു.ഡി.എഫിന്റെ ഒരു യോഗം നടക്കാൻ പോകുന്ന ദിവസം കൂടിയാണ്. നമുക്കറിയാം യു.ഡി.എഫ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ചും കോൺഗ്രസിലെ തമ്മിലടിയാണ് അക്ഷരാർത്ഥത്തിൽ യു.ഡി.എഫിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യോഗം ചേരുന്നതെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിലെ ആഭ്യന്തര കലഹമാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ അജണ്ടയ്ക്ക് പുറത്തുള്ള ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കോൺഗ്രസും യു.ഡി.എഫുമായി ഒക്കെ ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അമൽ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഏതായാലും കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നതിനിടെ യു.ഡി.എഫ് നേതൃയോഗം ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് കളമശ്ശേരിയിലാണ് ഈ യോഗം ആരംഭിക്കുക. എല്ലാ ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും. കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ യോഗത്തിൽ ഉന്നയിക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അമൽനാഥുണ്ട് കൊച്ചിയിൽ നമ്മളോടൊപ്പം. അമൽ, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. അമല്, ഇന്നിപ്പോൾ കൊച്ചിയിൽ യു.ഡി.എഫ് യോഗം ചേരാൻ വേണ്ടി പോവുകയാണ്. ആദ്യം അടി, പിന്നെ ചർച്ച. അതാണല്ലോ ഇപ്പോൾ യു.ഡി.എഫിന്റെ ഒരു ലൈൻ. ഏതായാലും അടി പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൽ. അതിങ്ങനെ ഓരോ ദിവസവും പലയിടത്തായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ചർച്ചകളിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെയാണ് ചർച്ചാ വിഷയമെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായി ഇടം പിടിക്കുക കോൺഗ്രസിലെ തർക്കങ്ങൾ തന്നെയായിരിക്കുമോ? മനു, തീർച്ചയായും തീരദേശ യാത്രയും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് കളമശ്ശേരിയിൽ നടക്കുന്ന യു.ഡി.എഫ് നേതൃയോഗത്തിലെ പ്രധാന അജണ്ട. എന്നാൽ അതിനപ്പുറത്തേക്ക് നിലവിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള തർക്കം തന്നെയായിരിക്കും പ്രധാന വിഷയമായി വരിക. ഘടകകക്ഷികളൊക്കെ തന്നെയും ഈ വിഷയം മുന്നോട്ട് വയ്ക്കുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ശശി തരൂരിൻ്റെ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുന്നത്. ഈ ലേഖനത്തിൽ നിലവിൽ സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ കോൺഗ്രസിന് മികച്ചൊരു നേതൃത്വമില്ല എന്ന രീതിയിലുള്ള ഒരു ആരോപണമായിരുന്നു ശശി തരൂർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെ വി.ഡി. സതീശൻ അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരികയുണ്ടായി. പിന്നീട് വീണ്ടും പ്രതികരണവുമായി ശശി തരൂർ വരുന്നു. ഇതിനു മറുപടിയായി വീണ്ടും കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ വരുന്നു. ഇത്തരത്തിലായിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ യു.ഡി.എഫ് മുന്നണിയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, യു.ഡി.എഫ് മുന്നണിയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു നിരീക്ഷണത്തിലേക്കാണ് ഘടകകക്ഷികളൊക്കെ തന്നെയും എത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇന്നത്തെ യു.ഡി.എഫ് നേതൃയോഗത്തിൽ ഒരു പ്രധാന വിഷയമായി ഘടകകക്ഷികളൊക്കെ തന്നെയും കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഈ ഒരു തർക്കം മുന്നോട്ട് വെക്കും എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അത് കൂടിയും ഇന്നത്തെ യോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾക്ക് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്. ഘടകകക്ഷി നേതാക്കൾക്ക് ഇത്തരത്തിലൊരു ചിന്തയുണ്ട്. കോൺഗ്രസിലെ അടിയാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത് എന്ന ചിന്ത ഘടകകക്ഷി നേതാക്കൾക്കുണ്ട്. പക്ഷേ അവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം സ്വീകരിക്കുന്ന ഒരു സമീപനം അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട, കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഘടകകക്ഷികൾ അധികം ഇടപെടേണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അങ്ങനെ വന്നാൽ ഈ യോഗത്തിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രശ്നമാവുമോ? മനു, തീർച്ചയായും ഇന്നത്തെ ഒരു യോഗത്തിലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. നിലവിൽ വി.ഡി. സതീശനടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ, അതായത് കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അതിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു ഘടകകക്ഷിയും അതിൽ ഒരഭിപ്രായവും പറയേണ്ടതില്ല. ഞങ്ങൾക്കിടെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ പറഞ്ഞു പരിഹരിച്ചോളാം എന്നൊരു അഭിപ്രായമാണ് കോൺഗ്രസിലെ നേതാക്കൾ ുള്ളത്. അതുമായി ബന്ധപ്പെട്ടൊരു താക്കീത് കൂടി ഇന്നത്തെ യോഗവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇന്നത്തെ യോഗത്തിൽ അജണ്ടയിലുള്ള വിഷയങ്ങൾ, അതായത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പോലുള്ള വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്നത്തെ ഈ ഒരു യു.ഡി.എഫ് നേതൃയോഗത്തിൽ ചർച്ചയാകരുത് എന്നൊരു താക്കീത് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഘടകകക്ഷി നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു താക്കീതുമായി ബന്ധപ്പെട്ട് അതിൽ ഒതുങ്ങി നിൽക്കുമോ ഘടകകക്ഷി നേതാക്കൾ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ ഒരു കോൺഗ്രസിലെ ഈ ഒരു പ്രശ്നം ഇന്നത്തെ നേതൃയോഗത്തിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നേതൃയോഗത്തിലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു പ്രശ്നങ്ങൾ, കോൺഗ്രസ് നേതാക്കൾ തമ്മിലുണ്ടായ ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ യു.ഡി.എഫിനെ ബാധിച്ചിട്ടുണ്ട്. യു.ഡി.എഫിൽ അത് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള ആ ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിലേക്ക് തന്നെയാണ് ഘടകകക്ഷി നേതാക്കൾ എത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ ഒരു വിഷയം ഇന്നത്തെ നേതൃയോഗത്തിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക്
അമല കോൺഗ്രസിലെ തമ്മിലടിയെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ സമീപകാലത്ത് വൈറലായ ഒരു സിനിമാ ഡയലോഗുണ്ട്, നമ്മുടെ റിയാസ് ഖാന്റെ ജലോത്സവം എന്ന് പറയുന്ന പഴയ സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, എല്ലാവരും അടിച്ചു കയറി വാ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, അതിന് സമാനമായ ഒരു അന്തരീക്ഷമാണെന്നാണ് ഇപ്പോൾ ഘടകകക്ഷികളുടെ വിലയിരുത്തൽ.